വെൽക്കം ബാക്ക് ടു ഷിബ്ലാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെനില വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇത് ഞാൻ 2-3 വീഡിയോയിൽ കാണിച്ചപ്പോൾ ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സമയം കിട്ടാത്തത് കൊണ്ടാണ് ഇത്രയും ലേറ്റായി പോയത്, സോറി കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് എങ്ങനെയാണ് വെനില വെൽവെറ്റ് കേക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങളെൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വാനില സ്പോഞ്ച് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണിലും കുറച്ച് കുറവ് ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂണിലും കുറച്ച് കുറവ് ഉപ്പും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണ് പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. 2-3 പ്രാവശ്യമൊക്കെ അരിച്ചെടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം അരിച്ചെടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി കേട്ടോ. ഇനി നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കാം. അതിലോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ വെനില എസൻസ് ഒഴിച്ചു കൊടുക്കുക. 1/2 ടീസ്പൂൺ ബട്ടർ എസൻസും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. സാധാരണ ഗ്രാനുലേറ്റഡ് ഷുഗറാണ് എടുത്തിട്ടുള്ളത്. പഞ്ചസാര നന്നായിട്ട് ബീറ്റായി വരുമ്പം ഇതിലോട്ട് 1/4 കപ്പ് പാലും അതുപോലെ തന്നെ 1/4 കപ്പിൻ്റെ നേരെ പകുതി 2 ടേബിൾ സ്പൂണ് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ അതൊക്കെ ഒന്ന് മിക്സായി കഴിഞ്ഞതിന് ശേഷം ഫ്ലോർ ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ബാറ്റർ കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് 1/2 kg വെനില കേക്കിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു, അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനിയിപ്പം ഞാനത് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്പോഞ്ച് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1/2 ടീസ്പൂണ് വിനെഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1/2 ടീസ്പൂണ് കളറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണല്ല, 1 ടീസ്പൂണോളം എടുക്കാം കേട്ടോ കളറ്. ഇനിയിപ്പോൾ റെഡ് വെൽവെറ്റ് സ്പോഞ്ചാണ് നമ്മൾ തയ്യാറാക്കുന്നത്, അതുകൊണ്ട് തന്നെ ബട്ടർ മിൽക്ക് ആദ്യം തയ്യാറാക്കിയിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ 2 മുട്ട ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. 2 മുട്ടയിലോട്ട് 1/2 ടീസ്പൂൺ വെനില എസൻസും അതുപോലെ തന്നെ 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റായി വന്നതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബട്ടർ മിൽക്ക് ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ മെൽറ്റഡ് ബട്ടറോ ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഫ്ലോർ അരച്ച് വെച്ചത് സെയിം ഫ്ലോർ തന്നെയാണ് കേട്ടോ. ഇതിനും ഞാൻ വനില സ്പോഞ്ചിന് എടുത്തിട്ടുള്ള അതേ സെയിം അളവിൽ തന്നെയാണ്. അതിലോട്ട് 1 ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നതേ ഉള്ളൂ, വേറെ ഒരു വ്യത്യാസവും ഇല്ല. നമ്മൾ വെനില കേക്കിനെടുത്ത് അതേ ഫ്ലോറിലോട്ട് തന്നെ 1 ടീസ്പൂൺ കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് അരിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് മറക്കണ്ട. അപ്പോൾ നമ്മുടെ ബാറ്റർ നമ്മുടെ കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കേക്കും കൂടി ഞാൻ ഓവനിൽ ഒരു 20 മിനിറ്റ്സ് ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 20 മിനിറ്റ്സിനുള്ളിൽ തന്നെ ബേക്കായി കിട്ടിക്കോളും. അപ്പോൾ 2 സ്പോഞ്ചും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 2ഉം കൂടി 2 ലെയേഴ്സായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാൻ വാനില സ്പോഞ്ച് മാത്രമേ 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. ഇപ്പം നമ്മുടെ റെഡ് വെൽവെറ്റ് സ്പോഞ്ചിൻ്റെ കുറച്ച് മുകൾ ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്, കാരണം നമുക്ക് ലാസ്റ്റ് ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഞാൻ 2ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നില്ല കേട്ടോ. ഇനി നമുക്ക് ക്രീം ചീസ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിൽക്കി മിസ്റ്റിൻ്റെ ക്രീം ചീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 100 ഗ്രാമിൻ്റെ പാക്കാണ് വരുന്നത്. ഇതൊരു 50 ഗ്രാം അളവിൽ എടുക്കുക കേട്ടോ. 50 ഗ്രാം അളവിൽ എടുത്തിട്ട് വിസ്ക് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ 1/2 കപ്പ് ബീറ്റ് ചെയ്ത ക്രീം ഉണ്ടല്ലോ, 1/2 കപ്പോ അല്ലെങ്കിൽ 1 കപ്പ് ഫുള്ളായിട്ടുള്ളത് നിങ്ങൾക്ക് എടുക്കുക. ഒരു 1-1.25 കപ്പ് ക്രീം വിപ്പ് ചെയ്തത് ഇതിലോട്ട് ആവശ്യമായിട്ട് വരും ഈ ഒരു കേക്കിലോട്ട്. അപ്പോൾ അതിൻ്റെ പകുതിയായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രീം ചീസിൽ മിക്സ് ചെയ്തെടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഫുൾ ക്രീമും നമുക്ക് ക്രീം ചീസിൽ മിക്സ് ചെയ്തെടുക്കുക, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ബീറ്റർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ടോ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരുപാട് ഓവർ മിക്സിങ് ചെയ്യുമ്പം പെട്ടെന്ന് മെൽറ്റായി പോകും ക്രീം ചീസ് ഇട്ട ക്രീം. അതുകൊണ്ട് തന്നെ പതുക്കെ ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ലാസ്റ്റ് ബീറ്റർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഒരു കേക്ക് ബോർഡിലോട്ട് ഈ ഒരു ക്രീം കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പലറ്റ് നൈഫ് വെച്ചിട്ട് ലെവലാക്കി കൊടുക്കുക. ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ വെനില സ്പോഞ്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഷുഗർ സിറപ്പിൽ നന്നായിട്ട് വെറ്റ് ചെയ്തെടുക്കുക. ഷുഗർ സിറപ്പും ഞാനിപ്പം ചെറി സിറപ്പും അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിക്സാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറി സിറപ്പ് നിർബന്ധമൊന്നുമില്ല, ഞാനിപ്പോൾ കുറച്ചുണ്ടായതുകൊണ്ട് അതിൻ്റെ കൂടെ മിക്സ് ചെയ്തതന്നേ ഉള്ളൂ. ഇനി നമ്മൾ ക്രീം ചീസ് ഇട്ട ക്രീം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്ക് ഇതിൻ്റെ മിഡിലായിട്ട് ഇതിൻ്റെ ലെയേഴ്സിലായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫില്ലിങ്സ് കൊടുക്കാം. മെയിനായിട്ട് കൊടുക്കുന്നത് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും അതുപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതുമാണ്. അപ്പം ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. ആ ഒരു ഗനാഷ് റെഡിയാക്കിയത് നമുക്ക് ഇതിൻ്റെ മിഡിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ലെങ്തി ആയി പോകും അതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇപ്പം പറഞ്ഞു പോകുന്നത്. ഇനി ഇതിലോട്ട് നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടും കൂടി ഇട്ട് കൊടുക്കുക. വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്താൽ ആ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി സെക്കൻഡ് ലെയറായിട്ട് നമുക്ക് റെഡ് വെൽവെറ്റ് സ്പോഞ്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് സെയിം പ്രൊസീജിയർ തന്നെ ഷുഗർ സിറപ്പിൽ നന്നായിട്ട് വെറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ ഷുഗർ സിറപ്പ് എന്ന് പറയുന്നത് മിൽക്ക് സിറപ്പാണ് കേട്ടോ. മിൽക്ക് മെയ്ഡ് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടുള്ള സിറപ്പാണ്. അത് ഞാൻ നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്കിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് 1 kg റെഡ് വെൽവെറ്റ് കേക്ക് ചെയ്യുമ്പം. എന്നിട്ട് നമ്മൾ ക്രീം ചീസ് ഇട്ട ക്രീം ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സെയിം പ്രൊസീജിയർ തന്നെ തുടരുക. ചോക്ലേറ്റ് ഗനാഷും അതുപോലെ തന്നെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതൊക്കെ ഇട്ടിട്ട് ലാസ്റ്റ് ഷുഗർ സിറപ്പിൽ വെറ്റ് ചെയ്തിട്ട് ക്രം കോട്ടിങ് ഒന്ന് ചെയ്തെടുക്കുക. നമുക്ക് ദൂരെ ക്രീം ആക്കിയിട്ട് കുറച്ച് ക്രം കോട്ടിങ് ചെയ്തെടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് സെറ്റായിട്ട് നമുക്ക് ഐസിങ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ക്രം കോട്ട് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഫൈനൽ കോട്ടും കൂടി ചെയ്തെടുക്കുകയാണ് കേട്ടോ. നിങ്ങൾ വേണമെങ്കിൽ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഫ്രീസറിൽ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഐസിങ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിൽ നമുക്ക് ഫുള്ളായിട്ട് ഗനാഷ് ഒഴിച്ച് കൊടുക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് അങ്ങോട്ട് പെർഫെക്റ്റ് ആവണമെന്നൊന്നും നിർബന്ധമില്ല. ഇപ്പം ഞാനിത് ഫൈനൽ കോട്ടിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വയർ റാക്കിൻ്റെ പുറത്തോട്ട് മാറ്റിയിട്ടാണ് ഞാൻ ഗനാഷ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ വയർ റാക്കിൻ്റെ പുറത്തോട്ട് വെക്കുന്നതിന് മുമ്പായിട്ട് കേക്ക് നന്നായിട്ടൊന്ന് സെറ്റാക്കിയിട്ട് നിങ്ങൾ വയർ റാക്കിൻ്റെ പുറത്തോട്ട് വെച്ചിട്ട് ഇതുപോലെ ഗനാഷ് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഗനാഷ് സെറ്റായിട്ട് കിട്ടും. ഇപ്പം ഞാൻ ഫ്രിഡ്ജിൽ വെക്കാതെയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. പിന്നെ ഗനാഷ് നമുക്ക് കൈ കൊണ്ട് തൊടാൻ പാകത്തിന് ചൂടും ഉണ്ടാവണം. ഒരുപാട് ചൂടുണ്ടാവാനും പാടില്ല, ഒരുപാട് തണുത്തതും ആവാൻ പാടില്ല കേട്ടോ. ആ ഒരു പരുവത്തിലാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനത് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ വേണമെങ്കിൽ കാണുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ മനസ്സിലാവും. ഇപ്പം ഞാൻ വയർ റാക്കിൻ്റെ പുറത്തുനിന്ന് ഈ ഒരു കേക്ക് മാറ്റുകയാണ്. ആ ഒരു ഗനാഷ് കുറച്ചൊന്ന് സെറ്റായതിന് ശേഷം നമ്മൾ വയർ റാക്കിൻ്റെ പുറത്തുനിന്ന് കേക്ക് മാറ്റിയിട്ട് നമ്മൾ ബേസിലോട്ട് വെക്കുകയാണ്. അപ്പോൾ കേക്ക് നന്നായിട്ട് സെറ്റായതിന് ശേഷം നമ്മളിതുപോലെ വയർ റാക്കിൻ്റെ പുറത്തോട്ട് വെച്ചിട്ട് അത് വയർ റാക്കിൻ്റെ പുറത്തുനിന്ന് പിന്നെ ബേസിലോട്ട് വെക്കുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് വെക്കാൻ പറ്റും, നന്നായിട്ട് സെറ്റായിട്ടുണ്ടെങ്കിൽ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കേക്ക് ഒരു പൊടിഞ്ഞു പോകുന്ന ആ ഒരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നന്നായിട്ട് സെറ്റായിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഇനി ഫൈനൽ ഡെക്കറേഷൻ ചെയ്യുകയാണ്. ഫൈനൽ ഡെക്കറേഷനായിട്ട് നമ്മൾ റെഡ് വെൽവെറ്റ് സ്പോഞ്ചിൽ നിന്ന് കുറച്ച് മാറ്റിയിട്ടുണ്ടായിരുന്ന ആ ഒരു സ്പോഞ്ച് ഉണ്ടല്ലോ, അത് ഞാൻ കൈകൊണ്ട് തന്നെ ജസ്റ്റ് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ജസ്റ്റ് ചൂടാക്കിയിട്ടൊന്നുമില്ല കേട്ടോ. നമ്മൾ റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചൂടാക്കിയിട്ടൊന്ന് അരച്ചിട്ട് ചേർക്കുന്നതൊക്കെ നല്ലതാണ്. ഇതിപ്പോൾ ഇതുപോലെ തന്നെ അങ്ങ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. ഇതായിപ്പോൾ കണ്ടില്ലേ. അപ്പോൾ വേറൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു കേക്കിൻ്റെ ക്രംസ് വെച്ച് കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയായിട്ട് നമ്മുടെ കേക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ടോപ്പിൽ വേണമെങ്കിൽ എന്തെങ്കിലും ഷുഗർ ബോൾസോ അല്ലെങ്കിൽ ചോക്ലേറ്റ് ഡെക്കറേഷൻസോ ഇട്ട് കൊടുത്തിട്ട് കുറച്ചും കൂടി കൂടുതൽ ഭംഗിയാക്കി എടുക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് ചോക്ലേറ്റ് ഒന്ന് ഒരു കത്തി വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ പീൽ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഡെക്കറേഷൻ ചെയ്തതൊന്നുമല്ല, ജസ്റ്റ് ഒരു നൈഫ് വെച്ചിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് പീൽ ചെയ്ത് എടുത്തിട്ട് ഉള്ളതേ ഉള്ളൂ. അതൊരു പെറ്റൽസ് പോലെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മിഡിലോട്ട് കുറച്ച് ഗോൾഡൻ ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കേക്കിൻ്റെ ടോപ്പിലായിട്ട് കുറച്ച് അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഞാൻ കുറച്ച് ഗോൾഡൻ ഷുഗർ ബോൾസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ വാനില വെൽവെറ്റ് കേക്ക് തയ്യാറാക്കാനായിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. വാനില സ്പോഞ്ചും അതുപോലെ തന്നെ റെഡ് വെൽവെറ്റ് സ്പോഞ്ചും സെപ്പറേറ്റ് ആയിട്ട് തയ്യാറാക്കിയാൽ മതി. അതുപോലെ തന്നെ ഗനാഷ് ചോക്ലേറ്റ് ഗനാഷും തയ്യാറാക്കിയാൽ മതി. നല്ല ടേസ്റ്റിയാണ് കേട്ടോ, സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ ഞാൻ വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് വരുന്നത് വരേക്കും ടേക്ക് കെയർ, ബൈ, താങ്ക് യു.